സംസ്ഥാനത്ത് 155 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചതോടെ കനത്ത ജാഗ്രതയിലാണ് ആരോഗ്യവകുപ്പ്. തിരുവനന്തപുരത്ത് 9 പേർക്കാണ് രോഗം റിപ്പോർട്ട് ചെയ്തത്. പകർച്ചവ്യാധികൾ നിയന്ത്രിക്കാൻ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനതല ഹൈപ്പവർ കമ്മിറ്റി രൂപീകരിക്കാൻ തീരുമാനമെടുത്തു. പഞ്ചായത്ത് ജില്ലാ തലങ്ങളിൽ ഔട്ട്ബ്രേക്ക് മോണിറ്ററിംഗ് യൂണിറ്റുകളും ഇതിനോടൊപ്പം ഒരുക്കും. ഈ വർഷം പകർച്ചവ്യാധി വ്യാപനം വർദ്ധിച്ച സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പിന്റെ പുതിയ നീക്കം. ഡാനി, പകർച്ചവ്യാധി വ്യാപനം വർദ്ധിക്കുന്നുണ്ട്, അതിനകത്ത് തർക്കമൊന്നുമില്ല. പക്ഷെ ആശങ്ക വേണ്ട, അതാണോ നിലവിൽ ആരോഗ്യവകുപ്പിൽ നിന്നും കിട്ടുന്നത്? തീർച്ചയായിട്ടും മഴക്കാലമാണ്. സാധാരണയായി പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന ഒരു സമയം കൂടിയാണ്. പക്ഷേ ഇത്തവണ ഷിഗല്ല ഉൾപ്പെടെ വയനാടിന് പുറമെ തിരുവനന്തപുരത്തും പല കേസുകൾ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിലാണ് സംസ്ഥാനതല ഒരു കമ്മിറ്റിക്ക് രൂപം നൽകാനുള്ള തീരുമാനം ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം ജില്ലാ തലങ്ങളിലും പഞ്ചായത്ത് തലങ്ങളിലും ഔട്ട്റീച്ച് മോണിറ്ററിംഗ് സെൻ്ററുകൾ ഉണ്ടാകും. ഇതിൻ്റെ വ്യാപന തോത് എത്രത്തോളമാണ്, തുടർ നടപടികൾ എന്തൊക്കെയാകണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ ചർച്ചകളാണ് ആരോഗ്യവകുപ്പ് നടത്തുക. എന്തായാലും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എന്നാണ് ആരോഗ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ പകർച്ചവ്യാധികൾ കൂടുതലായി പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പൊതുസ്ഥലങ്ങളിലെ ഭക്ഷണശാലകളിൽ അടക്കം വലിയ തരത്തിലുള്ള പരിശോധനകൾ വ്യാപകമാക്കിയിരിക്കുന്നത്. ശുചിത്വമില്ലാത്ത അന്തരീക്ഷത്തിൽ വെള്ളമോ ഭക്ഷണമോ കൊടുക്കുന്ന ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല എന്ന് നേരത്തെ തന്നെ വകുപ്പുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അത്തരം സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുമെന്നാണ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ ഷിഗല്ല കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന 155 കേസുകൾ, ആക്റ്റീവ് കേസുകൾ ഇതിനോടകം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ വയനാട്ടിലും തിരുവനന്തപുരത്തും ഈ ഭക്ഷണശാലകളിലടക്കം വ്യാപകമായ പരിശോധനയും ആരംഭിച്ചിട്ടുണ്ട്. വിശദാംശങ്ങൾ നൽകിയത്. കോഴിക്കോട് വീണ്ടും മലേറിയ സ്ഥിരീകരിച്ചു. ഉളവണ്ണ സ്വദേശിക്കാണ് മലേറിയ ബാധിച്ചത്. ചുമട്ട് തൊഴിലാളിയായ 63-കാരനാണ് അസുഖം ബാധിച്ചത്. അദ്ദേഹത്തെ ബീച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതിഥി തൊഴിലാളികൾ തിങ്ങിപ്പറക്കുന്നതിനടുത്താണ് അദ്ദേഹവും താമസിക്കുന്നത്. പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങി. തിക്കോടിയിൽ കഴിഞ്ഞ ദിവസം അതിഥി തൊഴിലാളിക്ക് മലേറിയ സ്ഥിരീകരിച്ചിരുന്നു. മധ്യപ്രദേശ് സ്വദേശിയായ ഇയാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.